ഈ ഒരു ആനിമയുടെ തുടക്കത്തിൽ ബൂഫ എന്ന പേരുള്ള ഒരു പയ്യനെ മഴ സമയത്ത് ഷെൽട്ടറിൽ തനിച്ചായി നിൽക്കുന്നതായി കാണാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ ദുഃഖിതനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കായി പൈസ വേണം. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പനി ബാധിച്ചതുകൊണ്ട് തന്നെ ഓപ്പറേഷന് 50,000 rupees വേണം. പക്ഷെ ആ ഒരു തുക ബൂഫാന്റെ അടുക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇപ്പോഴാണ് ഹാൽനിയിൽ മെഡിക്കൽ ലൈസൻസ് എക്സാം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചു ദൂരെയായി ഒരു കാറിൽ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയും ദേഷ്യത്തിൽ ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു ഭാഗത്ത് ബൂഫ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഒരു പൈസ എല്ലാം തന്നെ ശേഖരിക്കേണ്ടതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒരു പെൺകുട്ടിയിലേക്ക് വരികയാണ്. പെൺകുട്ടി കളിച്ചുകൊണ്ട് റോഡിലേക്ക് വരികയായിരുന്നു. അത് കണ്ട ഉടനെ തന്നെ ഇദ്ദേഹം ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് ഓടുന്നു. ആ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് റോഡിന്റെ സൈഡിലേക്ക് മാറ്റുന്നു. പക്ഷെ കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടി വേഗത്തിൽ കാർ ഓടിച്ചു വരുമ്പോൾ ബൂഫാൻ പെട്ടെന്ന് തന്നെ മുമ്പിൽ വന്നതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് ബ്രേക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ ബൂഫാന്റെ വായിൽ നിന്നും ചോര വരാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം വിചാരിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ അന്ത്യമെന്ന്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ബൂഫാന് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരികയാണ്. കുറെ ആളുകളൊക്കെ പോയി പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം തന്നെ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. ആ ഒരു സമയത്ത് കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ മിന്നുന്നുണ്ടായിരുന്നു. അദ്ദേഹം റോഡിൽ വീണപ്പോൾ ആ ഒരു ചെയിൻ കാണാതെ പോയി. ഇപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് ചൂച്ചുവാണ്. കാറിൽ നിന്നും ഓടി വന്ന് ബൂഫാൻ എടുക്ക വരികയാണ്. ആ ഒരു സമയം കൊണ്ട് എല്ലാവരും തന്നെ കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് അദ്ദേഹത്തിന് കണ്ണു തുറന്ന് അദ്ദേഹം വേറെ തന്നെ ഒരു ലോകത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം ഇവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഒരു ഓൾഡ് മാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയുകയാണ് ഞാനൊരു ഏഷ്യൻ ഡോക്ടറിന്റെ സ്പിരിറ്റ് ആണ്. പക്ഷെ ഈ ഒരു സമയത്തും ആ ഒരു കുട്ടിയെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അടുക്കുള്ള സകല മെഡിക്കൽ പവറും അദ്ദേഹത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം ഈ ഒരു സ്പിരിറ്റ് ഉപയോഗിച്ച് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടുക്ക കുറച്ച് മാർഷൽ ആർട്ട് ടെക്നിക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ബൂഫാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ ഈ ഒരു സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കുകയാണ്. ചുറ്റിലും നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ അദ്ദേഹം നോക്കുമ്പോൾ ഇത്രയും വലിയ ആക്സിഡന്റ് ആയിട്ടും എനിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അപ്പോഴാണ് ഇദ്ദേഹം ആലോചിക്കുന്നത് ഇപ്പം നടന്നതെല്ലാം സ്വപ്നമാണോ അതോ ശരിക്കും നടന്നതാണോ. പക്ഷെ അദ്ദേഹത്തിന് ഏഷ്യൻ ഡോക്ടർ പറഞ്ഞു കൊടുത്ത എല്ലാ ടെക്നിക്കും ഓർമ്മയുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിനിടയ്ക്ക് ചൂച്ചു വന്ന് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്നലെയാണ് ലൈസൻസ് കിട്ടിയത്. അത് കാരണം കൊണ്ട് തന്നെ എന്റെ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. അതെല്ലാം തന്നെ കേട്ട് ബൂഫാൻ മറുപടി പറയുകയാണ് നീ എന്തുകൊണ്ടും പേടിക്കണ്ട, എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. അത് കാരണം കൊണ്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യുകയില്ല. ചൂച്ചുവും പറയുകയാണ് ഞാനും അതിശയപ്പെട്ടു പോയി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നീ ഗുണമായത്. ഡോക്ടറും പറയുന്നുണ്ടായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ അത്ഭുതമാണ്. അപ്പോൾ തന്നെ ബൂഫാൻ അവിടെ നിന്നും എണീച്ച് പോവുകയാണ്. പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ചൂച്ചുവിന്റെ അടുത്ത് എനിക്ക് കുറച്ച് അർജന്റായി പോകാനുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഡിസ്ചാർജിന്റെ ചാർജ് എല്ലാം തന്നെ നീ തന്നെ അടക്കേണ്ടി വരും. ഈ ഒരു സമയം കൊണ്ട് ചൂച്ചു പറയുകയാണ് ഡോക്ടർ നിന്റെ അടുക്ക് വിശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബൂഫാൻ ഇതെല്ലാം തന്നെ കേൾക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചൂച്ചു പറയുകയാണ് ഞാൻ നിന്റെ ഫോണിൽ എന്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം. മറ്റൊരു ഭാഗത്ത് നമുക്ക് ബൂഫാന്റെ അമ്മയെ കാണാം. പക്ഷേ ആ ഒരു സമയം കൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാരണം കൊണ്ട് തന്നെ ഡോക്ടർ നഴ്സിന്റെ അടുത്ത് പറയുകയാണ് ഐസിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ. ആ ഒരു സമയം കൊണ്ട് ബൂഫാൻ അവിടെ എത്തുകയാണ്. ബൂഫാനെ കണ്ട് ഡോക്ടർ ഉടനെ തന്നെ തടഞ്ഞെടുത്ത് പറയുകയാണ് 50,000 rupees വേണം, എന്നാലേ അമ്മയുടെ സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ബൂഫാൻ ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഡോക്ടറെ തള്ളി മാറ്റി ബൂഫാൻ ഏഷ്യൻ ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് നീഡിൽസ് എല്ലാം തന്നെ പുറത്തേക്ക് എടുക്കുകയാണ്. ഡോക്ടറും പറയുന്നുണ്ട് ഈ ഒരു നീഡിൽസ് കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞിട്ടും അമ്മയെ വേദനിപ്പിക്കാനാണോ നീ നോക്കുന്നത്. ബൂഫാൻ ഈ ഒരു നീഡിൽ നോക്കി ആലോചിക്കുകയാണ് ഏഷ്യൻ മെഡിസിൻ ആൻഡ് ചൈനീസ് മെഡിസിനിലൊന്നും അത്ര പവറില്ല. ഇതിനുശേഷം ബൂഫാന്റെ സ്പെഷ്യലൈസ് വെച്ച് അമ്മയെ സ്കാൻ ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ബൂഫാന് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ തലയിലാണ് പ്രശ്നം. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായതിനു ശേഷം ബൂഫാൻ ഏഷ്യൻ ഡോക്ടർ കൊടുത്ത സൊല്യൂഷൻ എല്ലാം തന്നെ പരിധിയെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തായി ഒരു സൊല്യൂഷൻ കിട്ടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അമ്മയിൽ ഓരോരോ സൂചി അവിടെ അവിടെയായി കുത്തിവെക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇതെല്ലാം തന്നെ ഡോക്ടർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ചിന്തിക്കുകയാണ് ഇദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ബൂഫാന്റെ അടുക്ക പറയുകയാണ് വേഗം തന്നെ അമ്മയുടെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കൂ. അപ്പോൾ ബൂഫാൻ മറുപടി കൊടുക്കുകയാണ് എന്റെ അമ്മ മരിച്ചിട്ടില്ല, പിന്നെന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഡോക്ടർ മറുപടി പറയുകയാണ് നിനക്ക് എന്താ വട്ടാണോ, ഇതിനുശേഷവും അമ്മയെ നീ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എന്റെ പൊസിഷൻ തരും. കുറച്ചു സമയത്തിന് ശേഷം ബൂഫാൻ അമ്മയുടെ ദേഹത്ത് നിന്നും ആ ഒരു നീഡിലെല്ലാം തന്നെ പുറത്തേക്ക് കൊടുക്കുകയാണ്. അമ്മയും അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറും നഴ്സും ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ടു. അമ്മയും ബൂഫാന്റെ അടുക്ക് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചത്. ഇത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്, എനിക്ക് വല്ലാത്ത രോഗമായിരുന്നു, പക്ഷെ മെഡിസിൻ കൊണ്ടൊന്നും ശരിയാക്കാൻ പറ്റുകയില്ല. അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് ബൂഫാൻ പറയുന്നു. പക്ഷെ ഡോക്ടർ പറയുകയാണ് ആദ്യം തന്നെ നീ ഈ ബില്ലെല്ലാം തന്നെ പേ ചെയ്യൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നഴ്സ് ബില്ല് കൊണ്ടുവന്ന് ബൂഫാന്റെ അടുത്ത് കൊടുക്കുകയാണ്. അതും 30,000 rupees ആയിരുന്നു. ഇത് കേട്ട് ബൂഫാന്റെ അമ്മ തന്നെ പേടിച്ചു പോയി. ഡോക്ടർ മറുപടി കൊടുക്കുകയാണ് ഇത്
ICU ആണ്, ഓരോരോ മണിക്കൂറിലും പൈസ കൂടും. ഈ ഒരു സമയത്ത് ബില്ലെല്ലാം തന്നെ കീറി ഡോക്ടർ മേത്തേക്ക് എറിയുകയാണ്. ബൂഫാൻ പറയുകയാണ്, ഞാനെന്ന പൊട്ടനാണോ? എന്റെ അമ്മയുടെ തലയിലായിരുന്നു പ്രശ്നം, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹാർട്ടിലാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്? ഇത് മാത്രം പോരാതെ ഒരു റീസണും ഇല്ലാതെ അമ്മയുടെ ദേഹത്ത് ഗ്ലൂക്കോസും കയറ്റി. അപ്പോഴാണ് അവിടത്തേക്ക് ഒരു നേഴ്സ് കടന്നു വരുന്നത്. ഡോക്ടർ, നിങ്ങൾ എന്തായാലും വേഗം തന്നെ വരണം, ഒരു അർജന്റ് കേസ് ഉണ്ട്, അതെന്തായാലും ഈ ഒരു ഡോക്ടർ തന്നെ ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധിച്ചു. ഇതെല്ലാം തന്നെ കേട്ട് ഡോക്ടർ വേഗം തന്നെ ആ ഒരു കുട്ടീന്റെ അടുക്ക പോവുകയാണ്. ആ ഒരു കുട്ടിയുടെ അച്ഛനും അടുത്തുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, സ്കൂളിൽ നിന്ന് വരുന്നവരെ നല്ലതായിരുന്നു, പക്ഷേ പെട്ടെന്നാണ് പനി കൂടിയത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, വെറും ഒരു പനി മാത്രമാണ്, ഇതിനായിട്ട് തന്നെ ഞാൻ ആന്റിബയോട്ടിക് കൊടുക്കാം, ആ ഒരു മെഡിസിനിൽ തന്നെ എല്ലാം തന്നെ ശരിയാകും. അപ്പോൾ തന്നെ ആ ഒരു സ്ഥലത്ത് ബൂഫാൻ കടന്നു വന്ന്, ഈ ഒരു കുട്ടിക്ക് സാധാരണ പനിയല്ല വന്നിട്ടുള്ളത്, ആന്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി മോശമാകും. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാനാണോ ഡോക്ടർ അതോ നീയോ? ആ ഒരു സമയത്ത് ആ ഒരു ഡോക്ടർ വേഗം തന്നെ പോയി കുട്ടിക്ക് ഇഞ്ചക്ഷൻ വെച്ചു കൊടുക്കുകയാണ്. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം റിക്കവറിയായി വരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ അച്ഛൻ ആ ഒരു ഡോക്ടറെ അഭിനന്ദിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് BP പെട്ടെന്ന് തന്നെ ഡൗൺ ആവുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു കുട്ടിയും സീരിയസ് കണ്ടീഷനിലേക്ക് നീങ്ങുകയാണ്. ഡോക്ടറും ഇത് കണ്ട് ഏറ്റവും കൂടുതൽ പേടിച്ചുപോയി. ഫാദറും ഇതെല്ലാം തന്നെ കണ്ട് വേഗം തന്നെ ഒച്ചത്തിൽ പറയുകയാണ്, വേഗം തന്നെ എന്റെ കുട്ടിയെ രക്ഷിക്കൂ, എനിക്ക് ആകെയുള്ള ഒരു മോനാണ്, ഈ ഒരു കുട്ടിയെ കൈവിടാൻ പറ്റുകയില്ല. ഈ ഒരു പാർട്ടി ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്ത പാർട്ടി കാണാം.